ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തടി മെലിയാൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത്. അതായത് ഫാറ്റ് കട്ടർ ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ബെല്ലി ഫാറ്റ് കുറയാനും അതുപോലെ തന്നെ തടി മെലിയാനും സഹായിക്കുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു കുക്കുംബറാണ്. കക്കിരി എന്ന് പറയൂലേ, അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവരണം. ആദ്യത്തെ സാധനം ഇതാണ്. ഇനി ഈ കക്കിരി നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നല്ല മഷി പോലെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതായത് ഈ ഒരു സൈസിലുള്ള ഇഞ്ചി എടുക്കുക കേട്ടോ. അതിൻ്റെയും തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അത് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് നന്നായി അടിഞ്ഞ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ അരമുറി ചെറുനാരങ്ങയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അരമുറി ചെറുനാരങ്ങേൻ്റെ നീര് കംപ്ലീറ്റ് വേണമെന്നില്ല. ഒരു ടേബിൾ സ്പൂണോളം നീരെടുത്താൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പുളിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ഫുള്ള് പുതിന ലീവ്സാണ്. അത് നന്നായി കഴുകിയെടുത്തിട്ട് വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവ് തന്നെ എല്ലാ സാധനവും എടുക്കുക കേട്ടോ. നന്നായി കഴുകി എടുക്കണം, പ്രത്യേകം പറയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അതായത് ഒരുപാടൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് ജസ്റ്റ് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് മാത്രമേ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഈ കക്കിരിയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് 1 ഗ്ലാസോളം കിട്ടും. നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നീരും കൂടിയും പിഴിഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് മാത്രം മതിയാവും നമുക്ക്. പിന്നെ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം അധികം ഒഴിക്കണ്ട കേട്ടോ. 1/4 കപ്പ് മാത്രം മതി. അത് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിക്കുക. നമുക്കിത് നന്നായി ഒരു മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഞാനിത് ഈ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാത്തിനും തൊലി കളഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അരിക്കാണ്ട് ഇത് കുടിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ജ്യൂസ് കുടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയല്ല കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 സമയത്ത് കുടിക്കുക. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. അല്ലാന്നാണെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ഗ്ലാസ് കുടിക്കുക. അതായത് ഉറങ്ങുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുന്നെയെങ്കിലും നിങ്ങളിതൊരു ഗ്ലാസ് കുടിക്കണം. ഇത് നല്ലൊരു ഫാറ്റ് ബേണിംഗ് ഡ്രിങ്കാണ്. ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ച് കിടക്കാനാണ്. പെട്ടെന്ന് തന്നെ തടി മെലിയാൻ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ 1-2 ദിവസങ്ങൾ കൊണ്ടൊന്ന് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യരുത്. എന്ത് സാധനമായാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതൊരു 20 ദിവസമെങ്കിലും കുടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല മാറ്റവും തോന്നുന്നുണ്ടോ നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നിങ്ങൾ ഈ ഫ്രൈഡ് ഐറ്റംസും റൈസ് ഐറ്റംസ് എല്ലാം ഒന്ന് തിന്നുന്നതിൻ്റെ അളവ് കുറച്ച് കുറക്കണം. പിന്നെ അത്യാവശ്യം എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നടക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇത് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.